ഷായ് സാറേ, നമസ്കാരം. നമസ്കാരം. നമ്മളിന്ന് ഒരു വ്യത്യസ്തമായ ഒരു വിഷയമാണ് ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്നത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി. അത് പറയുന്നതിന് മുമ്പ് കഴിഞ്ഞ ദിവസം നടന്ന ആ എം.എ. വർഗീസിന്റെ ഒരു പ്രസംഗവും അതുമായി ബന്ധപ്പെട്ട താങ്കൾ കൊടുത്ത മറുപടിയും, പിന്നെ എം.എ. വർഗീസ് അതിനൊരു മറുപടി പറഞ്ഞു. അങ്ങനെ ഇതെല്ലാം കൂടെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കായി ഇപ്പൊ സംഗതി. അതെ, പരസ്യത്തിനെതിരായിട്ട്. അതെ, പരസ്യത്തിനെതിരെ. പരസ്യവും കൊണ്ട് ഒരു ഗുണമില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ പരസ്യങ്ങൾക്ക് പ്രസംഗിച്ചിട്ടില്ലെങ്കിലും പരസ്യങ്ങൾക്ക് പാടിയിട്ടുണ്ട്, ഒത്തിരി പരസ്യങ്ങൾക്ക് പോയിട്ടുള്ള ആളാണ്. അപ്പോ അതെ, നിങ്ങൾ പരസ്യത്തിന്റെ ഉസ്താദാണ്, എനിക്കറിയാം. കേരളം മുഴുവൻ നടന്ന പരസ്യം നടത്തിയിട്ടുള്ള ആളാ. ചില മീറ്റിംഗിൽ ഞാനും പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം കൊടുത്ത ആ മറുപടിക്ക് ഒരു വിശദീകരണം കൊടുത്തോണ്ട് നമുക്ക് മറ്റൊരു വിഷയം ചർച്ച ചെയ്യണം. ഓക്കെ, ഞാൻ അതൊന്നും പ്രതികരിക്കാതിരിക്കുന്നത് മോശമാണ്. അതുകൊണ്ട് കുഞ്ഞു വാക്കുകളിൽ ഞാൻ അതിനെ ഒന്ന് വിശദീകരിക്കാം. അദ്ദേഹം ഇറക്കിയ ആ വീഡിയോയ്ക്ക് ഒത്തിരി പേര് പ്രതികരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം അതിൻ്റെ ഒരു വ്യാഖ്യാനമായിട്ട് വന്നിട്ടുണ്ട്, വിശദീകരണം. ഇപ്പം നാടൻ ഭാഷയെ പറഞ്ഞാൽ അരി എത്ര എന്ന് ചോദിച്ചാൽ പയർ അഞ്ഞാഴി എന്ന് പറയുന്ന ഒരു ഉത്തരമാണ് അദ്ദേഹം അതിനെ നൽകിയിരിക്കുന്നത്. അതിന് പ്രോപ്പർ ഒരു മറുപടി അല്ല, വേറെ എന്തൊക്കെയോ പുള്ളി പറഞ്ഞിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയം ഞാൻ കേട്ടത്, അരമണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ഇന്റർവ്യൂവിൽ നിന്ന് 1/2 മിനിറ്റ് എടുത്തിട്ടാണ് ഇവർ ഈ പറയുന്നത്. 1/2 മിനിറ്റ് എടുത്താലും 1 മിനിറ്റ് എടുത്താലും ആ വാചകം അതിൽ തന്നെ പൂർണ്ണമാണ്. അതിൻ്റെ അപ്പുറം ഇപ്പുറം ഒന്നും നമ്മൾ കേട്ടാൽ പോലും അതിൽ നിന്ന് വ്യത്യസ്തമൊരാശയം ലഭിക്കുമെന്നൊന്നും പറയാൻ പറ്റിയല്ല. ഇത്രയും മനുഷ്യരത് കേട്ടവരെല്ലാം പ്രതികരിച്ചത് ഒരേ രീതിയിലാണ്. അതിൻ്റെ അർത്ഥം എല്ലാവർക്കും മനസ്സിലായത് ഒരേ രീതിയിലായതുകൊണ്ടാണ്. എന്നാൽ എം.എ. വർഗീസ് അത് വ്യാഖ്യാനം കൊടുത്തിട്ട്, അദ്ദേഹം വ്യാഖ്യാനത്തിന് ഉസ്താദാണെന്ന് അറിയാമല്ലോ. അദ്ദേഹമാണ് ഈ സദ്ദാം ഹുസൈൻ്റെ ഹെലികോപ്റ്ററുകളെല്ലാം കൂടെ വ്യാഖ്യാനിച്ചെടുത്ത് പുതിയൊരു ആശയം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെട്ടുകിളിയായിട്ട് അദ്ദേഹം വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവിടുത്തെ എണ്ണക്കിണറുകളാണ് അഗാധകൂപം എന്ന് വരെ അദ്ദേഹം വ്യാഖ്യാനിച്ചു വെച്ചിട്ടുണ്ട്. ഭയങ്കര വ്യാഖ്യാനശാസ്ത്ര പണ്ഡിതനാണ് അദ്ദേഹം. അതോടൊപ്പം തന്നെ വെളിപ്പാടുകളോ ആധിക്യം കൊണ്ട്, പൗലോസ് പറഞ്ഞതുപോലെ നമുക്ക് അങ്ങനെ വേണം, വെളിവുകേടുകളിലെ ആധിക്യമുള്ളൊരു മനുഷ്യനാണ്. അതുകൊണ്ടാണ് ലണ്ടനിലെ ചാൾസ് രാജകുമാരൻ ബക്കിംഗ്ഹാം പാലസിന്റെ മുമ്പിലൂടെ ഓന്തായിട്ട് നടക്കും എന്നൊക്കെ അദ്ദേഹം വളരെ കാര്യമായിട്ട് പ്രസംഗിച്ചിട്ടുണ്ട്. ഇതുപോലുള്ള ഒത്തിരി വിവരക്കേടുകള് പരസ്യ മീറ്റിങ്ങുകളിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുവാൻ അദ്ദേഹത്തിന് ലജ്ജയൊന്നുമില്ല. ഇതിനകത്ത് എനിക്ക് തോന്നുന്ന ഒരു കാര്യമൊന്നുമില്ല, അദ്ദേഹത്തിന് മുമ്പിൽ ഇരിക്കുന്ന ജനം ഇതെല്ലാം കേട്ടിട്ടും അടിമകളെ പോലെ കേട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ധൈര്യം ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ ഇത് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇടക്കേറി ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഒരു കാര്യം കൂടെ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. ഈ ഏത് വിഷയവും നമ്മൾ ലെക്ചറുടെ കീഴിലിരുന്ന് ക്ലാസ് കേട്ട് പഠിക്കണം. നോട്ട് എഴുതി ബുക്കുകൾ റെഫർ ചെയ്ത് നമ്മൾ എഴുതി പഠിക്കുന്ന ഒരു ഗുരുവിന്റെ കീഴിലിരുന്ന് പഠിക്കണം. എന്നെങ്കിൽ മാത്രമേ പഠനം ശരിയാകത്തുള്ളൂ. ഇവരെല്ലാം പറയുന്ന മുട്ടിന്മേൽ കോളേജിൽ ഇരുന്ന് പഠിച്ചെന്നാ, തനിയെ ഇരുന്ന് വായിച്ചൊരു വ്യാഖ്യാനം കണ്ടെത്തി അങ്ങ് പറയുകയാണ്. ഇത് വലിയ അപകടകരമായ ഒരു കാര്യം. ഇദ്ദേഹം ഒരു കാലത്തും രക്ഷപ്പെടുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. ഓരോ പ്രായമാകുന്നതിനനുസരിച്ച് പുള്ളിയുടെ വിവരക്കേടുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അതിന് പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ്. ഒരു ഗുരുവിന്റെ കീഴിലിരുന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് ദൈവവചനം കേട്ടും നോട്ട് എഴുതിയും റിസർച്ച് ചെയ്തും ബൈബിൾ വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയാണെന്ന് ഇത് പഠിച്ചിട്ടില്ല. അതിന്റെ ഒരു കുഴപ്പമാണ് സംഭവിച്ചത് എനിക്ക് തോന്നുന്നത്. ഈ സഭാ മിനിസ്ട്രി ഇരിക്കുന്നവർക്കോ സുവിശേഷ വേല ചെയ്യുന്നവർ നിശ്ചയമായിട്ടും വേദ പഠനം നടത്തിയിരിക്കണമെന്നുള്ളതാണ്. അറിഞ്ഞ ഒരാളും അറിയാത്തൊരാളും ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നതിന് കാര്യമായിട്ട് വ്യത്യാസമുണ്ട്. ഇപ്പം നേഴ്സുമാര് ജോലി ചെയ്യുന്നത്, അവർ പഠിച്ചത് വളരെ കൃത്യമായിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അവർ ഇഞ്ചക്ഷൻ എടുക്കുന്ന ഞാൻ പോയി ആർക്കെങ്കിലും ഒരു സൂചി വെച്ച് കുത്തു കൊടുത്താൽ അത് ചിലപ്പം ചികിത്സയ്ക്ക് എതിരായിട്ട് വരുന്ന ഒരു അപകടമായിട്ടേ മാറത്തുള്ളൂ. അപ്പൊ ഞാൻ പഠിച്ചില്ല, പക്ഷെ എനിക്ക് പരിചയമുണ്ട്, ഞാൻ പഠിക്കുന്നില്ല, ഞാൻ അല്ലാതെ പഠിച്ചതാണ് എന്ന് പറയുന്നത് ശുദ്ധ വിവരക്കേടിന്റെ ഒരു ലക്ഷണമായിട്ട് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ പഠിക്കാതിരിക്കുന്നവർ, പഠിച്ചിട്ടില്ലാത്തവരെ, മുട്ടിന്മേൽ കോളേജിലെ അഭ്യാസം നടത്തിയവരും പിന്നെ പ്രാർത്ഥനാ മുറിയിൽ നിന്ന് നേടിയിട്ടുണ്ട് എന്ന് പറയുന്നവരും എല്ലാം പറയാൻ രക്ഷപ്പെടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ യേശു കർത്താവിന്റെ ശിഷ്യന്മാർ ഏത് കോളേജിൽ പഠിച്ചു എന്നുള്ളതാണ്. പലപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. യെരുശലേമിൽ ഏത് കോളേജായിരുന്നു, അവർ ഏത് കോളേജിൽ നിന്നാണ് പഠിച്ചത് എന്നുള്ള ചോദ്യമാണ്. അത്
ഒരു കണക്ക് പറഞ്ഞാൽ മറുപടി അർഹിക്കുന്ന ഒരു ചോദ്യമേ അല്ല. പിന്നെ ഞാനിങ്ങനെ ഹൈസ്കൂളിലൊക്കെ പഠിപ്പിക്കുമ്പോൾ എൻ്റെ വിദ്യാർത്ഥികളോട് പറയുന്ന അവർക്ക് ഒരു ബോധ്യത്തിന് വേണ്ടി ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. ഉലകം കണ്ട ഏറ്റവും വലിയ അധ്യാപകനാണ് കർത്താവ്. ദ മാസ്റ്റർ ഓഫ് മാസ്റ്റേഴ്സ്, ഗുരുക്കന്മാരുടെ ഗുരുവാണ് കർത്താവ്. ആ ഗുരുവിന്റെ, കർത്താവിനോളം ഒരു ഗുരു ഇനി ജനിക്കുകയല്ല, കർത്താവിനോടൊപ്പം ഒരു ഗുരു ഇനി ജനിച്ചിട്ടുമില്ല. ആ ഗുരുവിന്റെ പാദപീഠത്തിൽ 3.5 വർഷത്തോളം ഇരുന്ന് തിയറിയും പ്രാക്ടിക്കലും ഒരുപോലെ പഠിച്ചവരാണ് കർത്താവിന്റെ ശിഷ്യന്മാർ. അവരെ കവിയാൻ ഇനി ലോകത്തിൽ ഒരു വേദപാഠശാലയ്ക്കും കഴിയത്തില്ലെന്നുള്ളതാണ്. വിദ്യാഭ്യാസവും വിവരമില്ലാത്തവരെന്നും സാധാരണ മനുഷ്യരെന്നും ഒക്കെ പറഞ്ഞ് അവരെ ആക്ഷേപിക്കുമ്പോൾ നമ്മൾ കാണുന്നത് അവരെഴുതി വെച്ച അമൂല്യമായ ഗ്രന്ഥങ്ങൾ, അവരുടെ തൂലികയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന പുസ്തകങ്ങളുടെ ആഴവും അർത്ഥവും അതിന്റെ വ്യാപ്തിയും അതിന്റെ ശ്രേഷ്ഠതയും അതിന്റെ ദൈവശാസ്ത്രവും ഔന്നത്യവും ഒക്കെ നമ്മൾ നോക്കുമ്പോൾ ഒരു 10 ഡോക്ടേഴ്സ് നമ്മൾ ശ്രീമാൻ പത്രോസിനും യോഹന്നാനും ഒക്കെ നമ്മൾ കൊടുക്കേണ്ടി വരും. അത്രയും പറഞ്ഞാൽ ആ ഭാഗം അങ്ങ്. ഓക്കെ, അപ്പൊ നമുക്ക് ഏതായാലും അതിന് ഒരു മറുപടി ആയിട്ടുണ്ട്. അദ്ദേഹം കേൾക്കട്ടെ, അദ്ദേഹം തിരുത്തുന്നെങ്കിൽ തിരുത്തട്ടെ. നമുക്ക് പറയാനേ പറ്റുകയുള്ളൂ. അദ്ദേഹമാണത് തെറ്റും ശരിയും തിരിച്ചറിഞ്ഞ് ശരിയായ മാർഗത്തിലൂടെ സഞ്ചരിക്കേണ്ടത് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ്. ദൈവം അതിനുള്ള സാഹചര്യം അദ്ദേഹം കൊടുക്കും. ഒരു സുബോധം വ്യാഖ്യാനത്തിൽ അദ്ദേഹം കൊടുക്കുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ഒരുപാട് എല്ലാം നമുക്കിവിടെ പറയാൻ സമയമല്ല. റസൽ സാർ പ്രതീക്ഷിക്കുന്നാൽ അതൊരിക്കലും നടക്കുന്ന ഒരു കാര്യമല്ല. കാര്യം ഈ സർവജ്ഞരായ മനുഷ്യരെ നമ്മൾ തിരുത്തുക എന്ന് പറയുന്നത് ഒരിക്കലും നടക്കത്തില്ല. അറിയാൻ ആഗ്രഹമുള്ളവരെ മാത്രമേ തിരുത്തൽ നടക്കത്തുള്ളൂ. കാരണം ഇദ്ദേഹം പറഞ്ഞ അനേക കാര്യങ്ങൾ വേദപുസ്തക വിരുദ്ധമാണ്. ഇദ്ദേഹം പറഞ്ഞ അനേക കാര്യങ്ങൾ സാധാരണ വിശ്വാസികളെ ആക്ഷേപിക്കുന്നതാണ്. ഇതൊക്കെ പണ്ടേ മറുപടി പറയണമായിരുന്നു. പല പെന്തക്കോസ്ത് നേതാക്കന്മാരും മറുപടി പണ്ടേ പറഞ്ഞിരുന്നെങ്കിൽ ഇദ്ദേഹം എവിടെങ്കിലും നിർത്തിയേനെ. പക്ഷെ ഇദ്ദേഹത്തിന് ആരും പ്രതികരിക്കുകയും മറുപടി പറയുകയും ചെയ്യാതിരുന്നത് കൊണ്ട് എന്തും പറയാനുള്ള ആർജവം പുള്ളിക്ക് ഉണ്ടായി എന്നുള്ളതാണ്. അല്ല, നമ്മുടെ നേതാക്കന്മാരുടെ കുഴപ്പമാണ്. കാരണം അദ്ദേഹത്തിന്റെ മക്കളെയും തോന്നിവാസം വിളിച്ചു പറഞ്ഞൊരു കൊച്ചനോട് വന്ന് കഴിഞ്ഞിടയ്ക്ക് പ്രസംഗിച്ചു പോയി നമുക്കറിയാം. ബാംഗ്ലൂരിലെ പാസ്റ്റർമാരെയൊക്കെ അധിക്ഷേപിച്ച് വഴിതെറ്റി നടക്കുന്ന വ്യഭിചാരികളെന്ന് അർത്ഥം വരുന്ന പദം പോലും അദ്ദേഹം പ്രയോഗിച്ചു. എന്നിട്ട് സഭകൾ വളരുന്നതായിട്ടും പറഞ്ഞു. വളരെ നാണക്കേടായിപ്പോയി. ആയിരക്കണക്കിന് ആൾക്കാരുള്ള ഒരു പൊതുവേദിയില് ഒരു ഇനി ഈ വർഷം ഇന്ന് അധികം താമസിച്ചാൽ വീണ്ടും ഇവരെ ഇറക്കും ഇവിടെ. അപ്പൊ ഇവർക്ക് ഇവിടെ ഇറക്കി വിളിക്കുന്ന ആളുകൾക്ക് നല്ല വണ്ടിക്കൂലിയും ശാപ്പാടും ഫ്ലൈറ്റ് ടിക്കറ്റും കൊടുത്ത് അങ്ങോട്ട് കൊണ്ടുപോകും. അതുകൊണ്ട് ഒരു പ്രത്യുപകാരം എന്നുള്ള നിലയിലാണ് ഈ ചവറുകളെ എല്ലാം കൂടെ ഇങ്ങോട്ട് ഇറക്കി വിടുന്നത്. അപ്പൊ നമുക്ക് കേൾക്കാതിരിക്കാൻ മാർഗമില്ല. അപ്പൊ അതുകൊണ്ട് ഏതായാലും ആ വിഷയം നമുക്ക് അവസാനിപ്പിക്കാം, അല്ലേ? അതെ അതെ. അതുകൊണ്ട് അദ്ദേഹവുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയം തന്നെയാണ് നമ്മൾ ഇന്ന് ചർച്ചയ്ക്ക് ചെയ്യുന്നത്. നമ്മള് ഈ കഴിഞ്ഞ ദിവസം കണ്ട ഒരു വീഡിയോയാ. അത് എത്ര ദിവസത്തെ പഴക്കം, എത്ര വർഷത്തെ പഴക്കം വീഡിയോയ്ക്ക് ഉണ്ടെന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ അത് കണ്ടപ്പോൾ അതേക്കുറിച്ച് അല്ല അതെ അതായത് പുതു ക്രിസ്ത്യാനി, മാർഗം കൂടിയ ക്രിസ്ത്യാനി എന്നൊക്കെ പറഞ്ഞ് കേരളത്തിലെ വിശ്വാസത്തിലേക്ക് വന്ന ക്രൈസ്തവരെ അവഹേളിക്കുന്ന വീഡിയോയാ. നമുക്കതൊന്ന് കേൾക്കാം. വേദപുസ്തകത്തിന്റെ വാലും തലയും തിരിച്ചറിയാൻ വയ്യാത്ത, ഏതുവഴി വ്യാഖ്യാനിക്കണമെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു കൊടുത്തിട്ടില്ലാത്ത പുതുക്രിസ്ത്യാനികളായി വന്ന മാർഗം ചേർന്ന ചിലർക്ക് തിരുവചനം മനസ്സിലായില്ലെങ്കിൽ അതിന് സഭ ഉത്തരവാദിയല്ല. സമയം മെനക്കെടുത്ത് ദൈവസന്നിധിയിൽ ഇരിയടോ ഒരു പക്ഷെങ്കിൽ കർത്താവിന് തിരിഹിതമെങ്കിൽ തന്നോട് ക്ഷമിച്ച് വല്ലതും മനസ്സിലാക്കി തന്നിരിക്കും. ഞാൻ ഇങ്ങനൊന്നും പറയാറില്ല. ഇല്ലെങ്കിൽ ഈ പറഞ്ഞവന് ലൈക്ക് അടിച്ചേച്ച് വന്ന പാർട്ടിയല്ലേടാ നീയും. പട്ടി കുരച്ചാൽ ആരാണ് പടി തുറക്കുക? പിന്നെ വളത്തുപട്ടിയാണ് കുരച്ചതെങ്കിൽ എന്താ കാരണമെന്ന് ഗേറ്റിങ്ങിലോട്ടൊന്ന് നോക്കുന്നത് കൊള്ളാം. വഴിയെ പോയ വഴിപ്പട്ടിയാ കുരച്ചതെങ്കിൽ വിട്ടേക്ക്, അതിനകത്ത് പോലും കാര്യമില്ല. അർഹിക്കുന്ന ആവജ്ഞയോടെ പുച്ഛിച്ച് തള്ളൂ, അതിനേക്കാൾ കവിഞ്ഞതിനകത്തൊന്നും കാര്യമില്ല. ഇത് വഴിപ്പട്ടികളാ. ഇതാണ് ആ വീഡിയോ ക്ലിപ്പ്. ഇത് സാർ പറഞ്ഞ പോലെ ഇത് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണെന്ന് എനിക്ക് തോന്നുന്നു. അതെ. പക്ഷെ ഇത് ശരിക്കും മറുപടി അർഹിക്കുന്ന ഒരു വീഡിയോ ആണ്. സാറെന്ത് പറയുന്നതിനെ കുറിച്ച്? അല്ല, ഇത് മറുപടി കാരണം ഈ കേരളത്തിലെ ജാതി വ്യവസ്ഥയും ക്രിസ്ത്യാനിറ്റിയും കുറിച്ചും ഇദ്ദേഹത്തിന് യാതൊരു ചുക്കുചുണ്ടാകുമ്പോൾ അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. ദൈവം ഒരു കുടുംബത്തിൽ നിന്ന് മനുഷ്യരാശിയെ മുഴുവൻ സൃഷ്ടിച്ചത്. അതെ. പിൽക്കാലത്ത് അത് പല ഗോത്രങ്ങളായി, വംശങ്ങളായി, വിവിധ രാജ്യങ്ങളിൽ വിവിധ ജാതിയും മതവും സംസ്കാരവും ഒക്കെ ഉണ്ടായി. അതോടെ കിടക്കട്ടെ. പക്ഷെ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക്, രക്ഷിക്കപ്പെട്ട് അഭിമാനിക്കുന്ന ഒരാൾക്ക്
ക്രിസ്തുവിനെ ദൈവമായി അംഗീകരിച്ചു കൊണ്ട് നടക്കുകയും അനുഗ്രഹം മൊത്തമായിട്ട് ചില്ലറയായിട്ട് സമൂഹത്തിൽ വാരി സപ്ലൈ ചെയ്യുകയും ചെയ്യുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം ഇത് പുതുക്രിസ്ത്യാനി എന്നും മാർഗം കൂടിയ ക്രിസ്ത്യാനി എന്നൊക്കെ പറയുന്നത് എങ്ങനെയാ എന്റെ ഷായി സാറേ അങ്ങനെ ഒരു തോന്നൽ ഇയാൾക്കുണ്ടായത്? ഇയാളിലുള്ളത് ദൈവാത്മാവാണോ അതോ വല്ല പിശാചിന്റെ ആത്മാവാണോ? ഇത് സത്യം പറഞ്ഞാൽ കേട്ടപ്പോൾ ഒത്തിരി വിഷമം തോന്നി. കാരണം ഈ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ വിമർശിച്ചവരെ അഭിസംബോധന ചെയ്യുന്ന വാക്കുകളാണ്. വിമർശനാതീതരല്ലാരും. ഇവിടുത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെ വരെ വളരെ വളരെ മോശമായ വാക്കുകൾ കൊണ്ട് ആൾക്കാർ വിമർശിക്കുന്ന കാണാം. നമ്മുടെ നേതാക്കന്മാരുടെ ഒരു ധാരണ, ഈ സഭാ നേതൃത്വത്തിൽ ഇരിക്കുന്ന ഒരു ധാരണ, അവർ വിമർശനങ്ങൾക്ക് അതീതരാണെന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു തരത്തിൽ അവരെ വിമർശിച്ചു കഴിഞ്ഞാൽ വിമർശിക്കുന്നവരെ ശപിക്കുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും നടപടികൾ എടുക്കുക, ഇങ്ങനെയാണ് സാധാരണ ഇവർ ചെയ്തു വരുന്നത്. പക്ഷെ വിമർശനങ്ങൾ അത് സത്യസന്ധമാണെങ്കിൽ അതിന് ആത്മപരിശോധന നടത്തിയിട്ട് അതിൻ്റെ ശരിയായ ദിശയിലേക്ക് വരുന്നതിന് പകരം ഈ തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ചു തന്നെ ഏറ്റവും അപലപനീയമാണ്. കാരണം സാറ് ശ്രദ്ധിച്ചായിരുന്നോ, പുള്ളി എടാന്ന് വിളിക്കുന്നുണ്ട്, എടോന്ന് വിളിക്കുന്നുണ്ട്, മാർഗം കൂടിയവരെന്ന് വിളിക്കുന്നുണ്ട്, ക്രിസ്ത്യാനി എന്ന് പറയുന്നുണ്ട്, വഴിപ്പട്ടി, വീട്ടിലെ പട്ടി. അത് വളരെ ഒരു ലോകത്തിലുള്ള ഒരു മനുഷ്യരും ഇങ്ങനെ നീചമായ ഭാഷാ പ്രയോഗങ്ങളിലൂടെ സംസാരിക്കില്ല. നമ്മളിപ്പം വികാര നിർഭരരായിട്ട് നമ്മൾ തന്നെ ഇയാൾക്ക് വെളിവുകേടെന്നൊക്കെ പറയുന്നുണ്ടത് നമുക്ക് ഗതികേട് കൊണ്ട് പറഞ്ഞു പോകുന്നത്, വെളിവേട് പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് കൊടുക്കേണ്ട ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ, സഹോദരൻ എന്നുള്ള നിലയിൽ നമ്മൾ അദ്ദേഹത്തിന് അർഹിക്കുന്ന ബഹുമാനം തന്നെ കൊടുക്കാതിരിക്കാൻ പറ്റില്ല. പക്ഷേ ഇദ്ദേഹത്തിന്റെ ഈ പ്രയോഗം, ഈ പുതുക്രിസ്ത്യാനി എന്ന് പറയുന്ന ആരെ ഉദ്ദേശിച്ച ഇത് ഈ പറയുന്നത്? അത് ഈ അദ്ദേഹം ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ അദ്ദേഹം ഏതോ ഒരു കൂടിയ വർഗത്തിൽപ്പെട്ട ക്രിസ്ത്യാനിയാണെന്നും അതിനുശേഷം ക്രിസ്ത്യാനിത്വത്തിലേക്ക് വന്ന മറ്റ് സമുദായങ്ങളിൽപ്പെട്ട ആൾക്കാര്, സമുദായങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ പിന്നാക്ക സമുദായങ്ങളിൽ നിന്ന് വന്ന ആൾക്കാര്, അതെ, ഇപ്പൊ സമൂഹം പിന്നോക്കക്കാരെന്നും മുദ്ര കുത്തിയിരിക്കുന്ന ദളിത് കമ്മ്യൂണിറ്റിയിലെ ആളുകൾ ആരാണ്ട് വളരെ മിടുക്കരായ പ്രാസംഗികരും സുവിശേഷ വേലയ്ക്ക് വേണ്ടി വളരെയധികം ശോഭിക്കുന്ന ആളുകളുണ്ട് അവരുടെ. പിന്നെ അതുപോലെ നമ്മളീ പറയുന്നത് പോലെ എത്രമാത്രം ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവരാരോ ഇവരെ വിമർശിച്ചത് കൊണ്ടാണ് പുതുക്രിസ്ത്യാനി എന്ന് പറയുന്നത്. ഇദ്ദേഹം എനിക്ക് തോന്നുന്നത് തോമസ് ലീഗയുടെ പാരമ്പര്യത്തിൽപ്പെട്ട ക്രിസ്ത്യാനിയാണെന്ന് എനിക്ക് തോന്നുന്നു. പുള്ളി സവർണ ക്രിസ്ത്യാനിയാണല്ലോ പുള്ളി. ഞാൻ അതിന് മറുപടി പറഞ്ഞു കൂടി പോകും, അതുകൊണ്ട് ഞാൻ അത്രയും കടന്ന് പറയുന്നില്ല. എനിക്കത് മാനസികമായി ഭയങ്കര വിഷമം ഉണ്ടാക്കി. കാരണം ഈ മാർഗം കൂടിയവൻ, ഇയാൾ ജനിച്ചത് ക്രിസ്ത്യാനിയായിട്ടായിരുന്നു, അല്ല ഇയാളുടെ പിതാക്കന്മാര് ഇവിടെ രണ്ട് തലമുറ പോയാൽ നമുക്ക് അറിയത്തില്ലല്ലോ എവിടെ നിൽക്കുന്ന അറിയത്തില്ലല്ലോ. രണ്ട് തലമുറ പുറകോട്ട് പോയി കഴിഞ്ഞാൽ ഇയാൾ ഏത് ഗ്രൂപ്പിൽപ്പെട്ട എവിടെ നിന്ന് വന്നെന്ന് നമുക്കറിയില്ലല്ലോ. അല്ല സാറേ, നമ്മുടെ ഇവിടുത്തെ പാരമ്പര്യം അങ്ങ് പറഞ്ഞു പോയാൽ ചെന്ന് നിൽക്കുന്നത് ഏറ്റവും പഴക്കത്തിൽ ചെന്നാൽ തോമസ് ലീഗയുടെ പാരമ്പര്യമുള്ളൂ. അതെ, ഈ കേരളവും തമിഴ്നാട്, കർണാടക, തെലുങ്കാന തുടങ്ങിയ ദേശങ്ങളിൽ മുഴുവൻ ഈ ദ്രാവിഡ വംശത്തിൽപ്പെട്ടവരാണ്, അവിടെ നിന്ന് വന്നവരാണ്. അവരുടെ സംസ്കാരം എന്തുവാണെന്നുള്ളത് ഇന്ത്യയുടെ ചരിത്രം പഠിച്ചാൽ മതി. അല്ല, ഈ ദ്രാവിഡ സംസ്കാരം എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ആദ്യകാല ആദിവാസി ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഈ ദ്രാവിഡ സമൂഹം എന്ന് പറയുന്നത്. അല്ലാതെ അബ്രഹാമിന്റെ വംശത്തിൽ നിന്ന് ഇങ്ങോട്ട് ജനിച്ച ആരും ഒരുത്തിനും ഇവിടെ ഇല്ല. ആന്ധ്രയിലെ നായൂട് വർഗവും ചൊക്കലിംഗോ, കർണാടകയിലെ ചൊക്കലിംഗോ എല്ലാം പുള്ളിയുടെ ഭാഷയിൽ പറഞ്ഞാൽ താഴെയും പുള്ളി മുകളിലുമാണ്. അതെ 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 അതെ. അല്ല സാറേ, എനിക്ക് വിഷമം തോന്നിയൊരു കാര്യം, മാർഗം കൂടിയവൻ ആ പദപ്രയോഗം അതൊരു നികൃഷ്ടമായ ഒരു പദപ്രയോഗമാണ്, അഭിസംബോധനയാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്റെ ഒരു പ്രതികരണം പറയാം. സാറിന് എനിക്ക് തോന്നുന്നു അല്പം കൂടെ അതിന്റെ ചരിത്രപരമായിട്ട് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുമായിരിക്കും. നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന ഈ ആർഷഭാരത സംസ്കാരത്തിന്റെ ഭാഗമായി നിന്നിരുന്ന ജാതി വ്യവസ്ഥയും അതിന്റെ ഭീകരതകളും അതിന്റെ അനന്തരഫലങ്ങളും ഒക്കെ ഒരു 100 വർഷം മുമ്പ് വരെ നമ്മുടെ ജനം അനുഭവിച്ചതാ. അത് ഇവിടുത്തെ വിവരമുള്ള ആൾക്കാരോട് ചോദിച്ചാൽ അവരെന്റെ ചരിത്രം വസ്തുനിഷ്ഠമായിട്ട് നമ്മുടെ മുമ്പിൽ പറഞ്ഞു തരും. ഷാജി സാറെ, ബ്രിട്ടീഷുകാര് ഇവിടെ ഇന്ത്യയിൽ വന്ന് നമ്മുടെ രാജ്യം വെട്ടിപ്പിടിക്കാൻ തന്നെ വന്നു എന്ന് നമുക്ക് വിശ്വസിക്കാം. നമ്മളൊക്കെ പണ്ട് പഠിച്ചിരുന്നത് സ്പൈസസിന് വേണ്ടി വ്യാപാരം നടത്താൻ വന്നു എന്നാണ് നമ്മൾ പണ്ട് കാലത്ത് പഠിച്ചിരുന്നത്. അതെ. എന്നാൽ പുതിയ റിസർച്ചിലൂടെ കണ്ടെത്തിയിരിക്കുന്നത് അവര് ലോകരാജ്യങ്ങളെല്ലാം തന്നെ വെട്ടിപ്പിടിക്കാൻ പോയ കൂട്ടത്തിൽ ഇന്ത്യയെയും വെട്ടിപ്പിടിച്ച് സ്വന്തം കസ്റ്റഡിയിലാക്കി അവരുടെ ഭരണം സ്ഥാപിക്കാൻ തന്നെയാണ് അവരുടെ വന്നത്. പക്ഷെ അവരുടെ കൂടെ വന്ന മിഷണറിമാരായ
ആളുകളാണ് നമ്മുടെ കേരളത്തിന്റെ ഈ സാമൂഹ്യ വ്യവസ്ഥിതി, അന്ധമായ സാമൂഹ്യ വ്യവസ്ഥിതി, അനാചാരങ്ങൾ മാറ്റി എഴുതിയത്. നമുക്കറിയാവോ, ഇവിടെ മാറുമറയ്ക്കാൻ സ്ത്രീകൾക്ക് അവസരമില്ലായിരുന്നു. ഇവിടെ വീടിന് ഓടിടാൻ പറ്റില്ലായിരുന്നു. തുണി നല്ല മുണ്ടെടുക്കാൻ പറ്റില്ല, കോണകം കെട്ടണമായിരുന്നു, കോണകം കെട്ടണമായിരുന്നു. ആയുർവേദ ചികിത്സ മാറ്റി അലോപ്പതി ചികിത്സ കൊണ്ടുവന്നവരാണ്. സ്കൂളുകൾ സ്ഥാപിച്ചത് അവരാണ്. സാമൂഹ്യ സ്ഥാപനങ്ങൾ, ആശുപത്രികളൊക്കെ സ്ഥാപിച്ച് ജനത്തെ ഒന്നായി കണ്ടുകൊണ്ട് അവർക്കെല്ലാം ആവശ്യമായ ആതുര ശുശ്രൂഷകളെല്ലാം കൊടുത്ത ബ്രിട്ടീഷ് മിഷണറിമാരാണ്. അവരിലുണ്ടായിരുന്ന ആ ദൈവസ്നേഹവും അവർ കണ്ടറിഞ്ഞ ആ ക്രിസ്തുവിന്റെ 10-1 പോലും എം.എ. വർഗീസ് അറിഞ്ഞില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ഈ മാർഗം കൂടിയ വാക്കുകൾ നമ്മുടെ മുമ്പിൽ വന്ന് പ്രത്യക്ഷപ്പെടുന്നത്. അതെ 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 അതെ. ഇനി മറ്റൊരു പറഞ്ഞു ഇനി മറ്റൊരു കാര്യം കൂടെ പറയാം. അന്ന് നിന്നിരുന്ന ജാതി വ്യവസ്ഥയുടെ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ബ്രാഹ്മണർ നായർ തമ്മിലുള്ള അകലം 12 അടി അകലം മാറി നിൽക്കണമായിരുന്നു. അതിന്റെ അടിക്കണക്കിൽ ചില പുസ്തകങ്ങളിൽ അല്പസ്വല്പ വ്യത്യാസങ്ങൾ കാണുന്നുണ്ട്. നായരും ഈഴവയായിട്ടും 12 അടി മാറി നിൽക്കണമായിരുന്നു. അതേസമയം ഈഴവ നമ്പൂതിരി, ഈഴവയും ബ്രാഹ്മണരായിട്ട് 36 അടി വേണമായിരുന്നു. എന്നാൽ ദളിതരും നമ്പൂരിയായിട്ടാണെങ്കിൽ 64 അടി അകലം വേണമായിരുന്നു. ഇത്ര അകലം പാലിച്ചു നിൽക്കേണ്ട വ്യവസ്ഥയായിരുന്നു നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നത്. മനുഷ്യന് തുണി കൊടുക്കാൻ പറ്റില്ല, വഴിയെ നടക്കാൻ പറ്റില്ല, മൃഗങ്ങളെ പോലെ പണിയെടുത്ത് ജീവിക്കണമായിരുന്നു. അടിമകളായിരുന്നു, അടിമ ചന്തയുണ്ടായിരുന്നു നമ്മുടെ കേരളത്തിൽ. ഈ വ്യവസ്ഥയ്ക്ക് മാറ്റം വരുത്തിയത് ബ്രിട്ടീഷ് മിഷണറിമാരാണ്. ഇത് എന്തേ ഇയാൾക്ക് അറിഞ്ഞുകൂടാ? ഈ എം.എ. വർഗീസ് എന്ന് പറയുന്ന ഈ ഈ പ്രവാചകന് ഈ മെഗാ ചർച്ച് നടത്തുന്ന 200 കോടിയുടെ ഭൂമി വാങ്ങി, ആ നോട്ടെണ്ണാൻ യന്ത്രം വാങ്ങി നടക്കുന്ന ഈ മനുഷ്യൻ എന്തുകൊണ്ട് അറിഞ്ഞുകൂടാ? ഇയാൾക്ക് എന്നാ ഇനി വിവരം ഉണ്ടാകുന്നതിന്? അതൊരു ചോദ്യമാണ്. അദ്ദേഹം ഇത് വേണമെങ്കിലുണ്ടല്ലോ, ഈ ഒരു പ്രസ്താവന ഒരു നിയമപരമായ നടപടി എടുക്കാൻ വരെ സാധ്യതയുള്ള ഒരു കാര്യമാണ്. കാര്യം നമ്മുടെ ഇന്ത്യയിലെ ജാതി വ്യവസ്ഥ പറഞ്ഞ് ഒരാളെ ആക്ഷേപിക്കാൻ പാടില്ല. തീർച്ചയായിട്ടും ഒരാളെ പോലും ജാതി പറയാനോ ജാതി ചോദിക്കാനോ പാടില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് ഒരു പൊതുവേദിയില് ഇയാളുടെ സഭയിൽ ആയിരക്കണക്കിന് ആൾക്കാർ ഇരിക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് ഈ തരത്തിലുള്ള വാക്കുകൾ, മാർഗം കൂടിയവനെന്നും പട്ടിയെന്നും വഴിയെ പട്ടിയെന്നും പുതുക്രിസ്ത്യാനിയെന്നും ഒക്കെ പറഞ്ഞ് ഏതെങ്കിലും ഒരു സമൂഹത്തെ അയാൾ ആക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പേരിൽ നിയമ നടപടി തന്നെ എടുക്കണം. അതിനുള്ള എന്ത് കേസാണെങ്കിലും അത് എടുത്തേ പറ്റത്തുള്ളൂ. ഈ മറ്റൊരു കാര്യം കൂടെ പറയും. സത്യത്തിൽ ഇയാൾക്ക് ബൈബിളിനെ കുറിച്ച് ചുക്കും ചുണ്ണാൻ അറിയത്തില്ലെന്നുള്ളതാണ് സത്യം. ബൈബിളിൽ എന്തോ പറയുന്നത്? രക്ഷയ്ക്ക് യഹൂദനെന്നില്ല, യവനെന്നില്ല, ആണെന്നില്ല, പെണ്ണെന്നില്ല, ക്രിസ്തുവിൽ എല്ലാവരും എന്നാണ് ബൈബിൾ പറയുന്നത്. അതെ അതെ. ഞാൻ അതിന്റെ ഒരു വേദപുസ്തകപരമായ ഒരു വിവരണം പറയാം. ഞാൻ ഇതിനൊരു വീഡിയോ ഇറക്കാൻ വേണ്ടി ഇരുന്നതാണ്. അപ്പം ഞാൻ ചില കാര്യങ്ങളൊന്ന് ഒന്ന് ഓർപ്പിക്കാം. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി വന്നതാ. വിശ്വസിക്കുന്ന ഏവനും രക്ഷ പ്രാപിക്കാം. തന്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കോണം ലോകത്തെ സ്നേഹിച്ചു എന്നാണ്. ലോകത്തെ സ്നേഹിച്ചത്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ പറയുന്നത് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ. എല്ലായിടത്തും പറയുന്നൊരു വാക്കതാണ് ഏവർക്കും, വിശ്വസിക്കുന്ന ഏവർക്കും. ഭൂലോകത്തിലൊക്കെയും പോയി സകല ജാതികളോട് സുവിശേഷം പറയുവിൻ, സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളുവിൻ, സകല സൃഷ്ടികളോട് സുവിശേഷം പറയുവിൻ, ഭൂമിയുടെ അറ്റം വരെ പോകുവിൻ. ഇതൊക്കെയായിരുന്നു നമ്മുടെ കർത്താവിന്റെ മനസ്സിലെ സ്വപ്നവും. കർത്താവ് അതാണ് ശിഷ്യന്മാരെ പഠിപ്പിച്ചതും. കാണാതെ പോയ മാനവജാതി രക്ഷിക്കാൻ വേണ്ടിയുള്ള കർത്താവിന്റെ വരവും. ഇത് ശിഷ്യന്മാർക്ക് അറിയാമായിരുന്നു. അങ്ങനെയാണ് വന്നത്. സകല ജാതികൾക്കുമുള്ള രക്ഷാമാർഗമാണ് കർത്താവിലൂടെ നമുക്ക് ലഭിച്ചു എന്നുള്ളത്. പക്ഷേ കർത്താവിന്റെ ശിഷ്യന്മാർ, 1-2 ഉദാഹരണങ്ങൾ ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ. ജാതി വ്യവസ്ഥയും വർണ്ണവ്യവസ്ഥയും തലയിൽ കൊണ്ടു നടന്ന ഒരു ഉന്നത കുലജാതനെന്നോ അല്ലെങ്കിൽ ഇന്ന് ഇതിപ്പോ നമ്മൾ ഈ പറയുന്നത് പോലെ എം.എ. വർഗീസ് പറഞ്ഞതുപോലെ ഏതോ കൂടിയ തരത്തിൽപ്പെട്ട ഒരു ആളാണെന്നും ബാക്കിയുള്ള മനുഷ്യർ, ജാതികളായ മനുഷ്യർ തരം താണവരാണെന്നും അവർക്ക് സ്വർഗത്തിന് അവരെ യോഗ്യരല്ല എന്നും തലയിൽ കൊണ്ടു നടന്ന ഒരു വലിയ മനുഷ്യനായിരുന്നു പത്രോസ്. ആ പത്രോസിനെ ഒരു തുപ്പട്ടി ഇറക്കി കാണിച്ചിട്ട് നീ ഇത് അറുത്ത് തിന്നുക, അപ്പൊ പറഞ്ഞ അശുദ്ധമായതൊന്നും ഞാൻ തൊടുകയില്ല എന്ന് അദ്ദേഹം ആത്മാഭിമാനത്തോടെ പറഞ്ഞപ്പോൾ ദൈവം ശുദ്ധീകരിച്ചതിനെ അശുദ്ധമെന്ന് എണ്ണരുന്ന് പറഞ്ഞുകൊണ്ട് ആ ജാതി വ്യവസ്ഥ അല്ലെങ്കിൽ അശുദ്ധമെന്ന് മാറ്റി വെച്ചതിനെ എല്ലാം ശുദ്ധമാക്കിയിരിക്കുന്നു ദൈവം. അതുകൊണ്ട് ആ ജാതീയനായ മനുഷ്യന്റെ ഭവനത്തിൽ ചെന്ന് അവനോട് സുവിശേഷം പറയാൻ നിനക്ക് കഴിയണമെന്ന് വളരെ കൃത്യമായി ദൈവം അവന് വെളിപ്പാട് കൊടുത്തതാണ്. പത്രോസ് അത് അനുസരിച്ചു എന്നുള്ളതാണ്.
പിൽക്കാലത്ത് ചെറിയ മാറ്റങ്ങൾ പത്രോസിൽ വന്നപ്പോൾ പൗലോസ് പറയുന്നത് അതേ കാര്യത്തിന് ഞാൻ പത്രോസിനോട് മുഖാമുഖം എതിർത്തു നിന്നു എന്നുള്ളതാണ്. അപ്പം ഈ വർണ്ണവ്യവസ്ഥ അല്ലെങ്കിൽ വർഗവ്യവസ്ഥ, ഈ വ്യവസ്ഥയ്ക്ക് അതീതമാണ് സുവിശേഷമെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിനകത്ത് ഒരു വാക്യം ഞാൻ സാറിനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. നിങ്ങൾ മുമ്പേ പ്രകൃതി ജാതികളായിരുന്നു, പണ്ടത്തെ അവസ്ഥ പറയുകയാണ്. പിന്നെ അവിടെ പറയുന്ന അക്കാലത്ത് ക്രിസ്തുവിനെ കൂടാതെ ഉള്ളവരും ഇസ്രായേൽ പൗരതയോട് ബന്ധമില്ലാത്തവരും വാക്തത്വങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരും എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ താഴോട്ട് വരുന്ന ഇങ്ങനെയാണ്: ദൂരസ്ഥരായിരുന്നു നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെ ഒന്നാക്കി. എന്നിട്ട് താഴെ അടുത്ത വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: ക്രിസ്തുവിൽ പുതുമനുഷ്യനായി സൃഷ്ടിപ്പാനും ക്രൂശിൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി, അതിനാൽ ഇരുപക്ഷത്തെ ഏക ശരീരത്തിൽ ദൈവത്തോട് ധരിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. പിന്നെ പറയുന്ന വാക്കുകളൊക്കെ നല്ല ഭയങ്കര കടികെട്ടുള്ള വാക്കുകളാണ്. എന്ന് പറഞ്ഞാൽ പക്ഷം കൂടി നിന്നവരും പക്ഷം മാറി നിന്നവരും, മതവ്യവസ്ഥകളും ജാതി വ്യവസ്ഥകളും വർണ്ണവ്യവസ്ഥകളും, ഉന്നതനെന്നും ഉന്നത കുലജാതനെന്നും പിന്നോക്കനെന്നും മുന്നോക്കനെന്നും ഒക്കെ ലോകത്തിൽ മനുഷ്യനെ മാറ്റി നിർത്തി ചിന്തിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ അതീതമാണ്, പക്ഷമില്ലാത്തതാണ് ക്രൂശിലൂടെ ഉള്ള രക്ഷയെന്നും യഹൂദനും യവനനും ഒരുപോലെയാണ് രക്ഷയെന്നും പൗലോസ് പറയുന്നത്. എല്ലാവരും ജാതിയെന്നോ ബർബരെന്നോ ദാസനെന്നോ ശകനെന്നോ ഒന്നുമില്ലാത്ത രീതിയിൽ ഒരു പൊതുസമൂഹത്തെ സൃഷ്ടിച്ചെടുത്തതാണ് സഭയെന്ന് പറയുന്നത്. ജാതി വ്യവസ്ഥകളെ മുഴുവൻ ഉന്മൂലനം ചെയ്തുകൊണ്ടുള്ള ഒരു 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 വ്യവസ്ഥതയാണ് കർത്താവ് മുമ്പോട്ട് കൊണ്ടുവന്നത്. ആ വ്യവസ്ഥയെ അപമാനിക്കുന്ന രീതിയിലാണ് ഈ എം.എ. വർഗീസിന്റെ പ്രസ്താവനകൾ എന്ന് പറയുന്നത്. അത് തന്നെയുമല്ല, ഈ ശമര്യരെന്ന് പറയുന്ന ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു അസ്പൃശ്യത കൽപ്പിച്ച് യഹൂദൻ അകറ്റി നിർത്തിയിരുന്ന, അതെ അതെ ഈ എം.എ. വർഗീസിന്റെ ഭാഷയെ പറഞ്ഞാൽ മാർഗം കൂടിയവരെന്ന് വേണേ പറയായിരിക്കും. അതെ അതെ അല്ലെ മറ്റൊരു ഭാഷ പറഞ്ഞാൽ, നമ്മുടെ കേരളത്തിന്റെ ആൾക്കാരുടെ ഭാഷ പറഞ്ഞാൽ തൊട്ടുകൂടാത്തവനും തീണ്ടിക്കൂടാത്തവനും. ആ സ്ത്രീയുടെ കയ്യിൽ നിന്ന് കർത്താവ് വെള്ളം വാങ്ങി കുടിച്ചുകൊണ്ട് ജാതി വ്യവസ്ഥയും അകൽച്ചയും തീണ്ടലിനെയും തൊടിലിനെയും എന്നേക്കുമായി കർത്താവ് അവിടുന്ന് ഛേദിച്ചു കളയല്ലേ ചെയ്തത്. സത്യം പറഞ്ഞാൽ ശിഷ്യന്മാരെ പഠിപ്പിച്ചതാ കർത്താവ് പഠിപ്പിച്ച. യഹൂദന്റെ അന്ധമായ ഒരുപാട് മതവിശ്വാസങ്ങൾ അന്ധമായ യഹൂദനും ഉണ്ടായിരുന്നു. അതെല്ലാം കർത്താവ് തച്ചുടച്ചതായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത്. അതെ അതെ. അതോടൊപ്പം തന്നെ സാറേ ക്രൈസ്തവ വിശ്വാസമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പം ഏറ്റവും മഹനീയമായി നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കർത്തൃമേശ. കർത്തൃമേശയ്ക്കകത്ത് നമ്മൾ വരുമ്പോഴത്തേന് ജാതി വ്യവസ്ഥയുടെ ഉച്ചയ്ക്ക് അടി കൊടുക്കുകയാണ് കർത്താവ്. വർണ്ണവ്യവസ്ഥയുടെ മുന്നോക്കൻ എന്ന് പറയുന്ന മനുഷ്യനെ മതം പറഞ്ഞ് ജാതി പറഞ്ഞ് മാറ്റിവെക്കുന്ന സമസ്ത ആശയങ്ങൾക്കും മീതെയുള്ള പ്രഹരമായിരുന്നു കർത്തൃമേശ. ഒരപ്പത്തിന്റെ അംശികളും ഒരു പാനപാത്രത്തിന്റെ ഓഹരിക്കാരുമായി സകല മനുഷ്യരെയും ക്രിസ്തുവിൽ ഒന്നാക്കി തീർക്കുന്ന ആ ഒരു വ്യവസ്ഥിതി തന്നെ അത് എത്ര മനോഹരമാണ്. അത് അനുഷ്ഠിക്കുന്ന ഒരാള് ഇതെങ്ങനെ പറയുമെന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. അത് ഞാൻ ഈ കർത്തൃമേശ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞോണ്ട് ഇടയ്ക്കൊന്ന് സൂചിപ്പിക്കുന്നുള്ളു. ഷായ് സാറേ, ഡൽഹിയിൽ എല്ലാ വർഷവും ഹാർവസ്റ്റ് മിഷൻ കോളേജിന്റെ ഒരു പ്രോഗ്രാമിന് ഞങ്ങൾ പോകാറുണ്ട്. ഒരു 10,000 പേര് അവിടെ കൂടും. അത് നോർത്ത് ഈസ്റ്റിൽ നിന്നും പല ഭാഷ സംസാരിക്കുന്നവർ, പല രൂപഭാവങ്ങളുള്ള, പല വിധത്തിലുള്ള വേഷങ്ങൾ ധരിക്കുന്നവർ, കൈയുടെ ഇവിടം മുതൽ ഇങ്ങേ അറ്റം വരെ വള ഇട്ട് വരുന്ന മലമ്പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾ, വിവിധ നിറത്തിലും ഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും എന്നൊക്കെ പറയുന്ന പോലെ ആളുകൾ, പല ആളുകൾ അവരെ കണ്ടാൽ. ഈ കർത്തൃമേശ നടക്കുമ്പോൾ സത്യത്തിൽ അവരുടെ ആ കർത്തൃമേശ പങ്കെടുക്കലും ഈ നമ്മുടെ മലയാളികളായ ആളുകൾ എല്ലാവരും കൂടെ ചെന്ന് അവരെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുക്കുന്നതൊക്കെ സത്യം പറഞ്ഞാൽ നമ്മൾ അറിയാതെ കണ്ണീര് പൊഴിച്ചു പോകും. അതെ അതെ അതെ. വളരെ ദാരിദ്ര്യം പിടിച്ച ആളുകളാണ് ഇവര്. എല്ലാ വർഷവും വരുന്നതാണ് ആ കൺവെൻഷൻ സ്ഥിരം ഞങ്ങൾ പോകുന്നത്. ആ കാഴ്ച ഒരു വല്ലാത്ത കാഴ്ച തന്നെയാണ്. ഈ ജാതിയും മതവും വർഗവും വർണ്ണവും ഒന്നും ഇല്ലാതെ എല്ലാവരും ഏകോദര സഹോദരങ്ങളെന്ന് വിളംബരം ചെയ്യുന്നൊരു മഹനീയ ശുശ്രൂഷ തന്നെയാണ് തിരുവത്താഴം. ഒരു സംശയമില്ല കാര്യത്തിന്. പക്ഷെ അത് കൊടുക്കുന്ന ഒരാള് എങ്ങനെയാണ് അത്രയും ആൾക്കാരിയ്ക്കുന്ന ഒരു സദസ്സിൽ നിന്നുകൊണ്ട് മാർഗം കൂടിയവൻ ഇയാളുടെ സഭയ്ക്കകത്ത് എത്ര പേര് എനിക്കുണ്ടെന്ന് അറിയത്തില്ല, 1000 പേരാണെങ്കിലും 500 പേരാണെങ്കിലും അതിനകത്ത് ഏതെങ്കിലും ഒരു സഹോദരിയോ സഹോദരനോ ഒരു കുടുംബമോ ഇങ്ങനെ ഏതെങ്കിലും പിന്നോക്ക സമുദായത്തിൽ നിന്ന് കർത്താവിനെ അറിഞ്ഞ് വിശ്വാസത്തിലേക്ക് വന്നവരാണെങ്കിൽ അവരുടെ നെഞ്ചോട് ഇയാള് എന്ത് ഭീകരമായ ഉപദ്രവം ചെയ്തിരിക്കുന്നത്. അവർക്ക് എന്ത് നൊമ്പരം ഉണ്ടായി കാണും.
അത് നമ്മളെ അവിടുത്തെ ആളുകളുടെ ഒരു രീതി അതാ, അവർക്ക് ഇതൊന്നും അറിയില്ല. അതാ ഷായി സാർ, അതതിനകത്തെ കാര്യം. നമ്മൾ അതിലേക്ക് പോയി കഴിഞ്ഞാല് അങ്ങനെയൊക്കെ തന്നെ. പിന്നെ മറ്റൊരു വശം ഇതിനകത്ത് ഒരു സാമൂഹികമായ മറ്റൊരു പ്രശ്നമുണ്ട്. ഞാൻ പറയാം, ഈ ഒരുവൻ ജനിക്കുന്നതേ ഏത് ആ, മതത്തിലാണെന്ന് തീരുമാനിക്കുന്നത് അവനല്ലല്ലോ. 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 അതെ അതെ, ദൈവ അത് പ്രസക്ത ഒരു ചോദ്യമാണ്. അവന്റെ ജനനത്തിന്റെ ആ, പൂർണ്ണ ഉത്തരവാദിത്വം ദൈവത്തിനാ. അതെ അതെ. ഇനി അതല്ല, ദൈവത്തിന് നേരത്തെ ഒരു അപേക്ഷ എഴുതി കൊടുത്തിട്ട് എന്നെ ബ്രാഹ്മണ സമൂഹത്തിൽ ജനിപ്പിക്കണമെന്നും പറഞ്ഞൊരു അപേക്ഷ എഴുതി കൊടുത്ത് ചേർന്ന് ഞാൻ ജനിക്കാൻ പറ്റും. ഇത് അപ്പൊ ഇത് വലിയൊരു ചിന്തയാ. കാരണം ഒരു ഒരുവൻ മനുഷ്യനും അവൻ ആ കുടുംബത്തിൽ ജനിച്ചതിന്റെയോ അല്ലെങ്കിൽ ആ വൈകല്യമുള്ളവനായിട്ട് ജനിച്ചതിന്റെയോ ആ കളർ അവന് കിട്ടിയതിന്റെ ഉത്തരവാദി ഒന്നും അവനല്ല. അതെ, എം.എ. വർഗീസ് എന്ന് പറയുന്ന മഹാൻ ജനിച്ചതും അതും ദൈവത്തിന്റെ പ്ലാനാണ്. അദ്ദേഹം അങ്ങനെ ജനിച്ചിരിക്കണമെന്ന് ദൈവം തീരുമാനിച്ചതാണ്. ഞാനിങ്ങനെ ജനിച്ചിരിക്കണം ദൈവം തീരുമാനിച്ചതാണ്. എന്റെ അതെ, ജനനത്തിന്റെ ഉത്തരവാദിത്വം ദൈവത്തിനാ. അപ്പോഴത്തേക്കുമാണ് സഹോദരനെ മാർഗം കൂടിയവനെന്നും പിന്നെ എന്നാ പറഞ്ഞേ, ക്രിസ്ത്യാനി, മാർഗം കൂടിയവന് പുതുക്രിസ്ത്യാനി. ക്രിസ്ത്യാനിയും എന്ന് പറയുന്നത്. പിന്നെ പട്ടിയെ കുറിച്ച് അയാൾ പറയുന്ന വേറൊരു പ്രശ്നമുണ്ട്. അയാൾക്ക് യോജിക്കും. എന്താണെന്നറിയോ, അതും കൂടെ പറഞ്ഞ് നമുക്ക് വല്ലതും പറയാനുണ്ട്. നമുക്ക് ക്ലോസ് ചെയ്താലോ, ഞാൻ സമയം ഒത്തിരി ആയി കഴിഞ്ഞാൽ. ഒന്ന് രണ്ട് കാര്യം കൂടെ പെട്ടെന്ന് നിർത്താം. ആ അല്ല, സാറ് പറയാനുള്ള പറഞ്ഞു. അല്ല, ഞാൻ പറഞ്ഞു വന്നത് ഈ പട്ടിയുടെ കുറെ കുറിച്ച് പുള്ളി പറഞ്ഞു. ഈ നിലാവേ ആ, നിലാവ് കണ്ട് പട്ടികൾ കുറയ്ക്കാറുണ്ട്. ഉം, ഒറിജിനൽ ആയിട്ട് നിലാവ് നിന്ന് കുറയ്ക്കാറുണ്ടെന്നാ പറയുന്നത്. ആ, പക്ഷേ അകലെയുള്ള ചില പട്ടികൾ നിലാവില്ലാത്തടത്ത് നിന്ന് കുറയ്ക്കാറുണ്ട്. അതെ അതെങ്ങനെയാന്ന് വെച്ചാൽ ഇവൻ കുറയ്ക്കുന്ന കേട്ടോണ്ടാ ആ പുള്ളി കുറയ്ക്കുന്നത്. അതെ. അപ്പൊ ഇദ്ദേഹം ഈ നിലാവ് കണ്ടിട്ടില്ല. ഉം, ഈ നിലാവ് കേട്ട് കുറയ്ക്കുന്ന പട്ടിയുടെ കുറച്ചിൽ കേട്ടിട്ട് ഇയാൾ മാറി നിന്ന് കുറയ്ക്കുക ഇയാൾ ഈ ചെയ്യുന്നത്. ആ, ഇദ്ദേഹം അതുകൊണ്ടാണ് അയാൾ ഈ സഹോദരന്മാരെല്ലാം ഈ പട്ടികളെന്ന് വിളിക്കുന്നത്. അത് അയാൾക്ക് മാത്രം യോജിച്ച പേര്. അത് വേറെ ആർക്കും, ഒരു മനുഷ്യന് ഭൂമിയിൽ ആർക്കും യോജിച്ച പേരല്ല. അത് അയാൾക്ക് മാത്രം അർഹിച്ച പേര് തന്നെയാണ്. എന്തായാലും സാറിന്റെ ഈ വീഡിയോ അയാൾ കാണുവാണെങ്കിൽ അദ്ദേഹം ഇതിനെ വെളുപ്പിക്കാൻ വേണ്ടി യേശു കർത്താവ് പറഞ്ഞൊരു പ്രസ്താവന എടുത്തുകൊണ്ട് വരാൻ സാധ്യതയുണ്ട്. അത് ശരി. അതേതാ? കനാന്യസ്ത്രീയോട് കർത്താവ് പറഞ്ഞില്ലേ, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾ കൊടുക്കത്തില്ലെന്ന്. ഓ, അത് എടുത്തുകൊണ്ട് വ്യാഖ്യാനിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ മുൻകൂർ ഒന്ന് പറഞ്ഞിട്ടതാ, ഓർത്ത് വെച്ചോ സാറ്. ഞാൻ ഇതിനകത്ത് ഒന്ന് രണ്ട് കാര്യം കൂടെ പറഞ്ഞേക്കാം. ഒന്ന്, ഇദ്ദേഹത്തിന്റെ ആ പ്രഭാഷണത്തിനകത്ത് അദ്ദേഹം പറയുന്നത് വേദപുസ്തകത്തിന്റെ വാലും തലയും തിരിച്ചറിയാൻ വയ്യാത്ത എന്ന് പറയുന്ന ഒരു പ്രസ്താവന ഉണ്ട്. ഈ വേദപുസ്തകത്തിന് വാലും തലയും ഉണ്ടെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ. വേദപുസ്തകത്തിന് വാലും തലയും ഉണ്ടാവാൻ ഇത് വല്ല മൃഗം വല്ലതാണ്, അതോ പാമ്പ് വല്ലതാണ്? വേദപുസ്തകത്തിൽ അതൊരു ആലങ്കാരിക പ്രയോഗമായിട്ട് ശരി, ഞാൻ ആലങ്കാരികമായിട്ട് അങ്ങ് സമ്മതിച്ചു. അപ്പൊ ഈ വാലും തലയും തിരിച്ചറിഞ്ഞ പുള്ളി അങ്ങനെ വ്യാഖ്യാനിക്കുന്നത് ഞാൻ ഇച്ചിരി മുമ്പ് പറഞ്ഞായിരുന്നു. അഗാധ കൂപമാണ് എണ്ണക്കിണറുകൾ, അല്ലെങ്കിൽ എണ്ണക്കിണറുകളാണ് അഗാധ കൂപം, അല്ലെങ്കിൽ ഹെലികോപ്റ്ററാണ് വെട്ടുക്കിളി. ഇതെല്ലാം അദ്ദേഹത്തിന്റെ മഹനീയമായ ആ തിരിച്ചറിയൽ പരേഡിലൂടെ പുള്ളിക്ക് കിട്ടിയ കാര്യമാണ്. ഇതൊക്കെ എവിടുന്നാണ് ഇദ്ദേഹം ഈ വ്യാഖ്യാനിച്ചെടുത്തെന്ന് അറിയത്തില്ല. എന്നിട്ട് അടുത്തൊരു പ്രസ്താവന ഇതാണ്: ഏതു വഴി വ്യാഖ്യാനിക്കണമെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു കൊടുത്തിട്ടില്ലാത്ത പുതുക്രിസ്ത്യാനി. അതിനർത്ഥം അപ്പം അതിനകത്ത് എൻ്റെ ഒരു ചോദ്യം ഇതാണ്: അങ്ങനെ ഈ പഴയ ക്രിസ്ത്യാനിക്ക് ഏത് വഴി വ്യാഖ്യാനിക്കണമെന്ന് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു? അത് വേദപുസ്തക വ്യാഖ്യാനം പുതുക്രിസ്ത്യാനി അല്ലാത്തവരുടെ എന്താ പറയുന്നത് കുടുംബസ്വത്തായിട്ട് വല്ലതും പറഞ്ഞായിരുന്നു? ഇയാൾ എന്ത് വിവരക്കേടായി പറയുന്നത്? യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്ന പോലെ സമ്പന്നരായ ആൾക്കാരെ കുറിച്ച് പറഞ്ഞിട്ട് പറയാണ്, അവരെ നിങ്ങൾ മുമ്പിൽ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെ പറയുന്നത് ദൈവം ദരിദ്രരായവരെ ആത്മീകത്തിൽ സമ്പന്നരാക്കി എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ പുതുക്രിസ്ത്യാനിക്ക് മാത്രമേ വേദപുസ്തകം വ്യാഖ്യാനിക്കാൻ പാടുള്ളൂ. കത്തോലിക്കരൊക്കെ ചിലപ്പോൾ അങ്ങനെ അവകാശവാദം ഉന്നയിക്കാറുണ്ട്, അവരുടെയാണ് ബൈബിൾ അവർ വ്യാഖ്യാനിക്കുന്നതല്ല വ്യാഖ്യാനിക്കുന്നത്. അല്ല, പുതുക്രിസ്ത്യാനികള് മാർഗം കൂടിയവരും ചേർന്നാണ് വ്യാഖ്യാനിച്ച് കുഴപ്പത്തിലാക്കിയത്. അതിന്റെ അർത്ഥം വ്യാഖ്യാനിക്കേണ്ടത് സവർണ ക്രിസ്ത്യാനികളായിരിക്കണം എന്നാണ് പുള്ളി പറയുന്നത്. ഏതായാലും ആ വീഡിയോയിൽ മുഴുവൻ പെശകാണ്. വഴിപ്പട്ടി, വളർത്തുപട്ടി, പുതുക്രിസ്ത്യാനി, ഇങ്ങനെയൊക്കെ പറയുക അതിനകത്തങ്ങ് പുള്ളി. മാത്രമല്ല, മാർഗം ചേർന്ന ചിലർക്ക് തിരുവചനം മനസ്സിലായില്ലെങ്കിൽ മാർഗം ചേർന്ന അതിന്റെ അർത്ഥം എന്തോ എനിക്ക് മനസ്സിലാവുന്നില്ല. സഭ അതിന് ഉത്തരവാദിയല്ല. ഇദ്ദേഹം വലിയ വ്യാഖ്യാതാവല്ലേ? ഇദ്ദേഹത്തിന്റെ സഭയിൽ ഇരിക്കുന്ന മാർഗം കൂടിയവനാണേലും മാർഗം കുറഞ്ഞവനാണെങ്കിലും അവനോട് ഇത് പറഞ്ഞു കൊടുക്കാനുള്ള ബോധം ഇങ്ങേർക്കില്ലേ?
ഇങ്ങനല്ലേ വ്യാഖ്യാനിക്കുന്നത്, വ്യാഖ്യാനത്തിന്റെ ഹോൾസെയിൽ വ്യാപാരി. അല്ല, അയാളുടെ ഭാഷയെ പറഞ്ഞാൽ അയാളുടെ സഭയുടെ നേതാക്കന്മാരെല്ലാം തന്നെ അയാളുടെ ഭാഷയിൽ പറഞ്ഞാൽ മാർഗം കൂടിയവരും പുതു ക്രിസ്ത്യാനികളൊക്കെ തന്നെയാണ് അയാളുടെ അഖിലേന്ത്യ ഒക്കെ നേതാക്കന്മാരായിട്ട് വിലസുന്ന ആളുകളൊക്കെ. ആയിരിക്കാം. എന്നിട്ട് അടുത്ത വാക്യം, നീ ദൈവത്തിൽ ഇരിയടോ, കർത്താവ് ക്ഷമിച്ച് തിരികണമെങ്കിൽ വല്ലത് മനസ്സിലാക്കി തരുമായിരിക്കും. അപ്പൊ ഈ ഇദ്ദേഹത്തിന് മാത്രം അല്ലാതെ ഇങ്ങനെ നേരെ കിട്ടിയതാ. ഈ പുതുക്രിസ്ത്യാനികളിൽ മാത്രം ദൈവത്തിൽ പ്രത്യേക ഇരുന്നെങ്കിൽ മാത്രമേ ദൈവം ഇറക്കി കൊടുക്കത്തുള്ളൂ, കനിവ് തോന്നുമെങ്കിൽ. അല്ല, ഈ കനിവ്, എന്റെ പൊന്നു സാറേ, എനിക്കത് കേട്ടിട്ടൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ഈ ഇതിന്റെ വ്യാഖ്യാനം ഹോൾസെയിലായിട്ട് ഇങ്ങനെ MA വർഗീസിനെ പോലുള്ള കുറെ ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം ഞാൻ സത്യമായിട്ടും ആദ്യമായിട്ട് അറിയുക. എനിക്കറിയത്തില്ലായിരുന്നു ഇത് പഴയ ക്രിസ്ത്യാനികൾക്ക് മാത്രമാണ് വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്കറിയത്തില്ലായിരുന്നു. ഇല്ല, പഴയ കാലത്തെ സഭാ ലീഡേഴ്സിനൊന്നുമില്ല. കഷ്ടതയും പ്രയാസം അനുഭവിച്ച് പരിശുദ്ധാത്മാവിൽ അവർ ആരാധിച്ചും ദൈവത്തെ കണ്ടെത്തിയും വിശുദ്ധ ജീവിതം നയിച്ചു വന്ന പഴയകാല പിതാക്കന്മാർക്കൊന്നും തന്നെ അറിയത്തില്ല, പുള്ളിക്ക് അറിയത്തുള്ളൂ. ഷാജി സാറേ, നമുക്ക് ക്ലോസ് ചെയ്യാം. ഈ ഒരു വാചകം കൂടെ ശ്രദ്ധിച്ചോ സാറേ, അദ്ദേഹം പിന്നീട് പറയുന്നത് വിമർശിച്ചവരെയാണ് വഴിപ്പട്ടി, തെരുവ് പട്ടിയാണ്, വീട്ടിലെ പട്ടി. അത് 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 ഏത് തരത്തിലാണ് പുള്ളി അതിനെ മനുഷ്യനെ ആക്ഷേപിക്കാൻ ഉപയോഗിക്കുന്ന പദപ്രയോഗം? ഇയാളുടെ കാര്യങ്ങളെ വിമർശിച്ച ആരെങ്കിലും ആയിരിക്കും. അദ്ദേഹത്തിനെ വിമർശിക്കാനാണ് പണ്ടേ ഉണ്ട്. കാരണം പാവപ്പെട്ട വിശ്വാസികൾ കൊടുത്ത സ്വോത്ര കാഴ്ച മകൻ കൊണ്ടുവന്ന, ജർമ്മനിയിൽ നിന്ന് കൊണ്ടുവന്ന, ജപ്പാനിൽ നിന്ന് കൊണ്ടുവന്ന മിഷനകത്ത് കയറി ഇറങ്ങാതെ വന്ന് എന്തോ പഴയതാണെങ്കിൽ അതിനെ പിച്ചക്കാശ് എന്ന് പറഞ്ഞ്, പന്നം പിടിച്ച വിശ്വാസികളെന്ന് പറഞ്ഞ് പിച്ചക്കാശ് എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച മഹാനാണ്. അല്ല, നിലവിൽ അവരുടെ 4 മിഷൻ ഉണ്ടായിരുന്നു. ആ 4 മിഷനിലകത്ത് മുഷിഞ്ഞതും അറ്റം മടങ്ങിയതൊന്നും കയറിപ്പോകല. അതുകൊണ്ട് എല്ലാ മുഷിഞ്ഞതും അറ്റം കീറിയതൊക്കെ എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുന്ന ആധുനികമായ ഒരു മിഷൻ ജപ്പാനിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് മേടിക്കാനുള്ള തയ്യാറെടുപ്പിലാണെന്നാ പറഞ്ഞു തന്നു. എങ്ങനെയുണ്ട്? അന്നും സ്വോത്രാഴ്ച കൊടുത്ത വിശ്വാസികളെ പന്നം പിടിച്ചവരെന്ന് വിളിച്ച് ആക്ഷേപിച്ചതാണ്. അതെ. അപ്പം ഇനി നമുക്ക് ഞാനൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഷായ് സാർ ക്ലോസ് ചെയ്താണ്. എനിക്കിതിനകത്ത് മനസ്സിലാകുന്ന ഒരു കാര്യം, ഈ സമ്പന്നതയുടെ അമിതമായ, അതായത് പണം കുന്നുകൂടുമ്പോഴത്തേക്കും നമ്മൾ ലോകത്തെയും സമൂഹത്തെയും വിശ്വാസികളെ വിലയ്ക്ക് മേടിക്കാവുന്ന ഒരു മാനസികാവസ്ഥയിലെത്തും. അതൊരു സൈക്കോളജിയാണ്. കാശ് ഇഷ്ടം പോലെ കയ്യിലുണ്ട്, കോടികൾ കയ്യിലുണ്ടെങ്കിൽ എങ്ങനെയും വ്യാഖ്യാനിക്കാം, എങ്ങനെയും ചെലവഴിക്കാം, എന്തും വിളിച്ചു പറയാം, ആരെ പേടിക്കേണ്ട കാര്യമില്ല, ഒന്നുമില്ല. ഇത് അമിതമായ പണം കയ്യിൽ വന്ന് കുന്നുകൂടിയതിന്റെ അഹങ്കാരവും ഭള്ളും നിഗളവുമാണ്. ഒന്നുമില്ലായിരുന്ന കാലത്ത് ഇങ്ങനെ ഒന്നും പറയുകയല്ല. പല ആളുകളുടെയും, ഇയാൾ മാത്രമല്ല, ഇതുപോലുള്ള പല ആളുകളുണ്ട്. ഈ പണം കണ്ടമാനം വന്ന് കുന്നുകൂടുമ്പോൾ പഴയ അവസ്ഥകളെല്ലാം, ദാരിദ്ര്യത്തിന്റെ അവസ്ഥയിൽ കിടന്ന അതെല്ലാം മറന്നിട്ട് പുത്തൻ തിയോളജിയും പുതിയ ആശയങ്ങളുമായിട്ട് ഒരു രംഗത്ത് വരികയാണ്. പിന്നെ പുതിയ പഠിപ്പിക്കലുകളായി, പിന്നെ പുതിയ സ്ഥാപനങ്ങളായി. അപ്പൊ ഇതെല്ലാം നിയന്ത്രിക്കുന്ന നമ്മൾ അമിതമായ പണമാണ് ഷാജി സാറേ. അതുകൊണ്ടാണ് ഇയാളെല്ലാം ഇങ്ങനെ വഴിതെറ്റിപ്പോകുന്നത്. ആരും എന്നെ ചോദ്യം ചെയ്യാനില്ല, എനിക്കിട്ടാരും ചെയ്യാനില്ല. എന്റെ സഭ എനിക്ക് 10,000 വിശ്വാസികൾ എന്നൊക്കെ പറഞ്ഞ് 300 കോടിയുടെ ഭൂമി മേടിച്ചു. ഇങ്ങനെ സ്വയം പിച്ചക്കാശ്, മോട്ടനാണ് യന്ത്രം, കോടികൾ വന്ന് കുന്നുമറിയുന്നു എന്നൊക്കെ പറഞ്ഞ് സ്വയം എന്തോ ആയിത്തീരാനുള്ള ഒരു വ്യഗ്രത. അതിൽ നിന്നാണ് ഇങ്ങനെ ദരിദ്രരായ ജനവിഭാഗത്തെ അവഹേളിക്കുന്ന വാക്കുകളും ഒക്കെ അദ്ദേഹത്തിൽ നിന്ന് വരുന്നത്. അദ്ദേഹം നന്നാകുമെന്ന് എനിക്ക് രക്ഷയില്ല. പിന്നെ എന്തോ ചെയ്യാനൊക്കെ. സാറേ, മലയാളികളുടെ ഇടയിൽ വന്ന പല ദുരുപദേശങ്ങളും, വചനവിരുദ്ധമായ പരിപാടികള്, ഊതി വീഴ്ത്ത്, ഉന്തി വീഴ്ത്ത്, കൈകാല് നീട്ടല്, കൈ പിടിച്ച് നീട്ടല്, കാല് പിടിച്ച് നീട്ടല്, ശാപം മുറിക്കൽ, ഇങ്ങനെ സകല സമസ്ത ദുരുപദേശ രേഖകളും MA വർഗീസിന് സഭയിൽ നിന്ന് വന്നിട്ടുണ്ട്. അയാളുടെ ശിഷ്യന്മാരാണ് ഇത് ലോകത്തെമ്പാടും പരത്തുകയും ചെയ്യുന്നത്. എന്നിട്ടും ചോദ്യം ചെയ്യാൻ ആരുമില്ല, നേതാക്കന്മാരാരും. ഇതിപ്പോ ഞാൻ വല്ലതും ആണ് ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എന്നെ പണ്ടേ മുടക്കിയാണ്. അതേ സമയത്ത് MA വർഗീസിനെ പോലുള്ള കാശുള്ളവരും ഈ സാറ് മുമ്പ് പറഞ്ഞ പോലെ പണം വന്നു കയറി കഴിഞ്ഞാൽ എന്തും ചെയ്യാമെന്ന് പറയുന്നവരും ചെയ്തു കഴിഞ്ഞാൽ ആരും ചോദിക്കാനില്ല. ഓക്കെ, നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള വീഡിയോകളൊന്നും ചെയ്യണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചതല്ല. പക്ഷേ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ പ്രതികരിക്കാതിരുന്നാൽ അത് അമിതമായ ദോഷം ചെയ്യും എന്നുള്ള കാരണത്താലാണ് ഞങ്ങൾ ഇങ്ങനെയുള്ള വീഡിയോകളെ പലതിനും വിമർശിക്കുന്നത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള പ്രതിഷേധങ്ങൾ ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾ ഒറ്റ വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. ക്രിസ്തുവിന്റെ സഭ അതിനെ വർണ്ണം പറഞ്ഞ്, വർഗം പറഞ്ഞ്, ജാതി പറഞ്ഞ്, മതം പറഞ്ഞ്, മുന്നോക്കനെന്നോ പിന്നോക്കനെന്നോ ഒക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്നുണ്ടെങ്കിൽ അവനെ ഒരു കാരണത്താലും ക്രിസ്ത്യാനെന്ന് വിളിക്കാൻ പറ്റിയാണ്. ഏതു വർഗത്തിൽപ്പെട്ടവനെയും ഏത് ജാതിയിൽപ്പെട്ടവനെയും ക്രിസ്തുവിലൂടെ സഹോദര സ്നേഹത്തിലേക്ക് കൊണ്ടുവരുന്ന മഹനീയമായ സന്ദേശമാണ് സുവിശേഷം എന്ന് പറയുന്നത്.
അത് സമസ്ത അതിർവരമ്പുകളെ ലംഘിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നതാണ്. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ കാര്യം പറയുമ്പോൾ അതിന്റെ ഉയരം, അതിന്റെ ആഴം, അതിന്റെ വീതി, അതിന്റെ നീളം എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിന്റെ സകല സമൂഹങ്ങളിലേക്ക്, സകല ജാതികളിലേക്കും എത്തിച്ചേരുന്ന മഹനീയ സന്ദേശമാണ് സുവിശേഷം. അത് വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ദാനം ചെയ്യുന്നതാണ്. അതിനകത്ത് ഉയർന്നവനെന്നില്ല, താണവനെന്നില്ല. പൗലോസ് പറയുന്നത്, ഒരു കാലത്ത് ഞാൻ എൻ്റെ പഴയകാല ജീവിതത്തെക്കുറിച്ച് അഭിമാനം കൊണ്ടിട്ടുണ്ട്. ഞാൻ ഒന്നാം കിട ഒരു യഹൂദനാണ്, അല്ലെങ്കിൽ അബ്രഹാമിന്റെ സന്തതി പരമ്പരയിൽപ്പെട്ടവനാണ്, ഞാൻ എബ്രായിൽ നിന്ന് ജനിച്ച എബ്രായനാണ്, ബെന്യാമിൻ ഗോത്രക്കാരനാണ്, ഞാൻ ഒന്നാം തരം പരീശനാണ്, നീതി വെച്ച് പഴയ നിയമത്തിന്റെ നീതി വെച്ചുകൊണ്ട് എന്നെ പരിശോധിച്ചാൽ 100% വിശുദ്ധനാണ് എന്നൊക്കെ പറഞ്ഞ് അഭിമാനിച്ചവൻ, സ്വന്തമായിട്ട് ഊറ്റം കൊണ്ടൊരാള് അടുത്ത വാക്യത്തിൽ പറയുന്നത്, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠ നിമിത്തം എനിക്ക് പൊങ്ങച്ചം പറയാനുള്ളത് ലാഭത്തെ മുഴുവൻ ഞാൻ ചവറന്ന് എണ്ണുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ പാരമ്പര്യങ്ങളോ പൈതൃകങ്ങളോ പഴക്കങ്ങളോ ഒന്നും നമുക്ക് കൊണ്ടു നടക്കാനില്ല. കർത്താവിന്റെ അടുക്കൽ വരുമ്പോൾ 2 കൈയും കൂപ്പി കമന്ന് വീണ് പറ്റുമെങ്കിൽ ഒന്ന് നമസ്കരിക്കാൻ കർത്താവെ ഞങ്ങൾക്ക് നൽകിയ ഈ മഹനീയമായ ഭാഗ്യത്തിനായി സ്തോത്രം. കരുണാസമ്പന്നായ ദൈവം നമ്മളെ സ്നേഹിച്ച സ്നേഹത്തിന്റെ ആഴം എത്ര വലുതാണെന്നുള്ള തിരിച്ചറിവോടുകൂടി ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന സകല മനുഷ്യരോടും ക്രിസ്തുവിന്റെ സുവിശേഷം പറഞ്ഞ് അവരെ നേടുക എന്നുള്ളതല്ലാതെ വർണ്ണത്തിന്റെയോ വർഗത്തിന്റെയോ പേര് പറഞ്ഞ് ഒരു ചെറിയ മനുഷ്യനെങ്കിലും ആക്ഷേപിച്ചാൽ കർത്താവ് പറഞ്ഞ വാക്ക് തന്നെയാണ്, ഈ ചെറിയവരിൽ ഒരുത്തന് ചെയ്യുന്ന ഏതൊരു ഭിന്നതകളും കടലിലോട്ട് കല്ല് കെട്ടി താക്കാൻ പറ്റിയ ശിക്ഷായോഗ്യമാണ്. ഉണ്ടാകരുത്. ഇതുപോലെ മുതിർന്ന നേതാക്കന്മാർ ഇത്തരമുള്ള പരാമർശങ്ങളോ അല്ലെങ്കിൽ അഭിസംബോധനകളോ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. നേതാക്കന്മാർ പ്രതികരിക്കണമെന്നാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാൻ വേണ്ടിയുള്ളത്. ദൈവം നിങ്ങളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.